സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സേമിയ പായസം ഉണ്ടാക്കാം. സേമിയ ആദ്യം തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒരു പാനിൽ 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് അതിലേക്ക് സേമിയ ഇട്ട് വറുത്തെടുക്കാം. ഞാൻ എടുത്തത് 1 കപ്പ് സേമിയയാണ്. ഇനി ഇതൊന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം. കളർ മാറാതെ ഇളക്കി കൊടുക്കാം. വറുക്കുവാൻ പേടിയുള്ളവരാണെങ്കിൽ വറുത്ത സേമിയ വാങ്ങിയാൽ മതി. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര അവസാനം ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഞാൻ ആദ്യം ഇടുന്നത് സേമിയയിൽ നല്ല നിലയിൽ പിടിക്കാൻ വേണ്ടിയാണ്. ഇതൊന്ന് നല്ലതുപോലെ വെന്ത് കിട്ടണം. ഇനി ഇത് അടിയിൽ പിടിക്കാതെ ഇളക്കി വേവിച്ചെടുക്കാം. ഇളക്കി വേവിച്ചെടുക്കുമ്പോൾ പാലും കുറുകും, പായസവും സ്വാദ് കൂടും. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പായസത്തിന് കട്ടി കൂടി എന്ന് തോന്നിയാൽ കുറച്ചുകൂടി പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 5-8 ഏലക്കായ പൊടിച്ചതുകൂടി ഇട്ട് കൊടുക്കാം.
അതിനുശേഷം വറുത്ത് വെച്ച കിസ്മിസും അണ്ടിപ്പരിപ്പും ഇടാം. ഇനിയൊന്ന് എല്ലാം കൂടി ഇളക്കി വെച്ച് മൂടി വയ്ക്കാം. കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.